എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ 6:10 മുതൽ 12 വരെ. ആളുകളെ ഇരുത്തുവീനെന്ന് യേശു പറഞ്ഞു. ആ സ്ഥലത്ത് വളരെ പുല്ലുണ്ടായിരുന്നു. 5000-ഓളം പുരുഷന്മാർ ഇരുന്നു. പിന്നെ യേശു അപ്പം എടുത്ത് വാഴ്ത്തി ഇരുന്നവർക്ക് പങ്കിട്ട് കൊടുത്തു. അങ്ങനെ തന്നെ മീനും വേണ്ടുന്നിടത്തോളം കൊടുത്തു. അവർക്ക് തൃപ്തിയായ ശേഷം അവൻ ശിഷ്യന്മാരോട്, ശേഷിച്ച കഷ്ണം ഒന്നും നഷ്ടമാക്കാതെ ശേഖരിപ്പീൻ എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. യേശു നമുക്ക് മതിയായവൻ എന്ന് ഈ ഒരു സംഭവത്തിലൂടെ സുവിശേഷകർ രേഖപ്പെടുത്തുന്നു. 4 സുവിശേഷങ്ങളിലും ഒരുപോലെ രേഖപ്പെടുത്തിയിട്ടുള്ള അത്ഭുതമാണ് 5 അപ്പം കൊണ്ടും 2 മീൻ കൊണ്ടും 5000-ലധികം ആളുകളെ പോഷിപ്പിച്ചത്. യേശു മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് മതിയായവൻ എന്ന ആശയം ശക്തീകരിക്കുന്നതോടൊപ്പം യേശു ജീവന്റെ അപ്പമാണ് എന്ന സത്യം അവതരിപ്പിക്കുന്നതിനുള്ള ഒരു രംഗവേദി ഇതിലൂടെ യോഹന്നാൻ പടുത്ത് ഉയർത്തുന്നുണ്ട്. ഈ സംഭവ വിവരണം നമ്മിൽ ഉയർത്തുന്ന ധ്യാനാത്മക മനനങ്ങൾ: 1. വിശക്കുന്ന പുരുഷാരത്തെ കണ്ടപ്പോൾ യേശുവിന് മനസ്സലിഞ്ഞു. വിശക്കുന്നവരെ തീറ്റിപ്പോറ്റാൻ കർത്താവ് അപ്പവും മീനും വർദ്ധിപ്പിച്ചു. മരുഭൂമിയിൽ വച്ച് പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടപ്പോൾ കല്ല് അപ്പമായി തീരാൻ കൽപ്പിക്കുന്നതിന് വിമുഖത കാട്ടിയ കർത്താവ് ആണ് ഇവിടെ അപ്പം വർദ്ധിപ്പിച്ചത് എന്ന് ആശ്ചര്യകരമായി തോന്നാം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടുകൂടെയാണ് എന്ന് മോശയുടെ വചനം കർത്താവ് കോട്ട് ചെയ്ത് സാത്താനോട് പറഞ്ഞത് തൻ്റെ സ്വന്തം വിശപ്പ് മാറ്റാൻ അത്ഭുതം കാണിക്കാൻ ആകാതെയിരുന്നവൻ വിശക്കുന്നവരുടെ സങ്കടം കണ്ടപ്പോൾ അപ്പം വർദ്ധിപ്പിക്കാൻ തയ്യാറായി. അത്ഭുതം വിരൽ തുമ്പിലുള്ളവൻ അടിസ്ഥാന ആവശ്യമായ വിശപ്പിൻ്റെ പരിഹാരത്തിന് അതുപയോഗിച്ചില്ല എന്നതാണ് ലോകത്തിൻ്റെ മുൻപിലുള്ള യഥാർത്ഥ അത്ഭുതം. 2. പോക്കറ്റിലുള്ള പണത്തേക്കാൾ ഒരു മനുഷ്യനിലുള്ള സാധ്യതയ്ക്കാണ് കൂടുതൽ വിലയെന്ന് ഈ ഭാഗം പഠിപ്പിക്കുന്നു. ബേത്സദയിൽ നിന്നുമുള്ള ആളുകളായതുകൊണ്ട് കർത്താവ് ആദ്യം ഫിലിപ്പോസിനോട് ജനത്തിന് ആഹാരം നൽകാനായി പറഞ്ഞു. ഇത്രയും വലിയ പുരുഷാരത്തെ പോഷിപ്പിക്കുന്നതിന് 200 പണത്തിന് വാങ്ങാൻ കിട്ടുന്ന അപ്പം പോരാ എന്ന് ഫിലിപ്പോസ് മറുപടി പറഞ്ഞു. എന്നാൽ അന്ത്രയാസ് രംഗപ്രവേശനം ചെയ്തപ്പോൾ അവിടെ ഒരു സാധ്യത കണ്ടെത്തി. 5 യവത്തപ്പവും 2 മീനും കൈവശമുള്ള ബാലൻ. യവത്തപ്പം ഏറ്റവും വില കുറഞ്ഞ അപ്പമാണ്. അത് പാവപ്പെട്ടവരുടെ ഭക്ഷണമായിരുന്നു. ഈ ബാലന്റെ പേര് വേദപുസ്തകത്തിൽ പരാമർശിക്കുന്നില്ല. അവൻ പ്രാധാന്യമില്ലാത്തവനെന്നോ അപ്രസക്തനെന്നോ അതിനർത്ഥമില്ല. അവനിലൂടെയാണ് മനുഷ്യ ആയുസ്സിൻ്റെ യഥാർത്ഥ പ്രസക്തി കണ്ടെത്തപ്പെടുന്നത്. യേശുവിൻ്റെ കയ്യിൽ അവൻ്റെ ഭക്ഷണപ്പൊതി ഏൽപ്പിച്ചു കൊടുത്തത് ആരും അവനെ നിർബന്ധിച്ചത് കൊണ്ടാവണമെന്നില്ല. മറ്റെല്ലാവരും വിശന്നിരിക്കുമ്പോൾ താൻ മാത്രം ഭക്ഷണം കഴിക്കുന്നതിലെ പാപം ആ ബാലൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവാം. വേണമെങ്കിൽ അവന് ആ പൊതി പൂഴ്ത്തി വയ്ക്കാമായിരുന്നു. എന്നാൽ ഒരു വലിയ ആത്മീയതയുടെ അടയാളമായി ആ ബാലൻ തൻ്റെ അപ്പം പങ്കിടാൻ മനസ്സ് കാണിക്കുന്നു. മറ്റൊന്ന്, യോഹന്നാന്റെ സുവിശേഷം അടയാളങ്ങളുടെ സുവിശേഷമായതുകൊണ്ട് അപ്പത്തിൻ്റെ ഭവനമെന്നർത്ഥമുള്ള ബേത്ലഹേമിൽ നിന്ന് വന്നവൻ ജീവന്റെ അപ്പമായി തീരുന്ന അടയാളമാണ് ഈ വേദഭാഗം പങ്കുവയ്ക്കുന്നത്. കർത്താവ് ഈ അത്ഭുതത്തെ പിന്നീട് വ്യാഖ്യാനിച്ച് നൽകുന്നു. യേശുവിൻ്റെ സാന്നിധ്യം ഈ വലിയ പുരുഷാരത്തെ പങ്കുവയ്ക്കുന്ന കൂട്ടായ്മക്കാരുടെ സമൂഹമാക്കി മാറ്റി. അതുകൊണ്ട് 5000-ങ്ങളെ പോഷിപ്പിച്ച ഈ വിരുന്ന്
ഒരു വലിയ കൗദാശിക വിരുന്നായി മാറി. കർത്താവ് അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി ജനങ്ങൾക്ക് നൽകി എന്ന് നമ്മൾ വായിക്കുന്നു. മീനും അപ്രകാരം തന്നെ. പെസഹായുടെ അന്ത്യത്താഴത്തിൽ വിശുദ്ധ കുർബാനയുടെ സ്ഥാപന സമയത്ത് കർത്താവ് ഉപയോഗിച്ച അതേ പദാവലികളാണ് ഇവിടെയും ഉപയോഗിച്ചത്. യഹൂദ വിരുന്നുകളുടെ സാധാരണ രീതി അങ്ങനെ ആയിരുന്നിരിക്കാം. ഓരോ വിരുന്നും കൗദാശിക വിരുന്നുകൾ ആക്കി തീർക്കുന്നത് പ്രവർത്തനക്ഷമമാകുന്ന ദൈവ സാന്നിധ്യബോധമാണ്. ഓരോ തിരുവത്താഴ ശുശ്രൂഷയും തികഞ്ഞ ദൈവ സാന്നിധ്യത്തെ ജീവന ഇടങ്ങളിൽ പങ്കുവയ്ക്കാൻ മുഖാന്തരമാകണമെന്ന് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഈ ഭാഗം നമ്മെ വല്ലാണ്ട് ചലഞ്ച് ചെയ്യുന്ന ഒരു വേദഭാഗമാണ്. നമ്മുടെ ജീവിത കാഴ്ചപ്പാടുകളിൽ അത്ഭുതകരമായ വ്യത്യാസം സൃഷ്ടിക്കാൻ, നമ്മുടെ ആധ്യാത്മിക നിലത്തെ അല്ലെങ്കിൽ ആ ഒരു ഇടത്തെ കുറച്ചും കൂടെ ചലിപ്പിക്കുന്ന, സഹായിക്കുന്ന ഭാഗമാണ്. ദൈവം നൽകിയിട്ടുള്ള സിദ്ധികൾ നമുക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന പാപത്തിൻ്റെ കരാളതയിൽ നിന്ന് അപരോന്മുഖമാകുന്ന രൂപാന്തരം നമുക്ക് സംഭവിക്കണം. സാമ്പത്തിക മികവാണോ അതോ ദൈവകരങ്ങളിൽ ഉള്ളതിനെ അർപ്പിക്കുന്ന സമർപ്പണത്തിൻ്റെ തികവാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? ആർക്കാണ് പ്രസക്തിയുള്ളത്? ധനവാനോ അതോ ജീവിത ധന്യത കണ്ടെത്തിയവർക്കാണോ? ഓരോ ഭക്ഷണവും കൗദാശികമാക്കുന്ന ആത്മീയ പരിവർത്തനം സംഭവിക്കാൻ, നമ്മുടെ തിരുവത്താഴ ശുശ്രൂഷയെ ദൈനംദിന നിലനിൽക്കുന്ന സ്വാധീനമാക്കാൻ നാം അനുവദിക്കേണ്ടിയിരിക്കുന്നു. പ്രാർത്ഥിക്കാം. കരുണയുള്ള വാഴ്ത്തപ്പെട്ട ദൈവമേ, ജീവന്റെ അപ്പമായ അങ്ങയുടെ സന്നിധിയിൽ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. 5 അപ്പവും 2 മീനും കർത്തൃകരങ്ങളിൽ വെച്ച് ധന്യത കണ്ടെത്തിയ പിഞ്ചുബാലനെ പോലെ ഞങ്ങളുടെ ജീവിത നിസ്വതകൾ അങ്ങയുടെ കരങ്ങളിൽ അർപ്പിച്ച് ധന്യത പ്രാപിക്കാൻ സഹായിക്കണമേ. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ കർത്താവേ, ഞങ്ങളുടെ ഇല്ലായ്മയിൽ നിന്നും ഞങ്ങളുടെ സമൃദ്ധിയിൽ നിന്നും ദൈവകരങ്ങളിൽ ചിലത് മാറ്റിവെക്കാൻ, സമർപ്പിക്കാനുള്ള വലിയ തീരുമാനം ഞങ്ങൾക്ക് നൽകണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹവാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കരുണയുടെ, നന്മയുടെ, കൃപയുടെ പുതുവഴികളിലൂടെ അവിടുന്ന് നടത്തണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നമ്മോടുകൂടെ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.